നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. പാനൂർ ഹൈസ്കൂൾ 1987 SSC ബാച്ച് മൂന്നാം സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. പാനൂർ ഹൈസ്കൂളിൽ PK പ്രവീൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. SSC ബാച്ച് ഓർമ്മച്ചപ്പിന്റെ നേതൃത്വത്തിൽ മൂന്നാം സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. പാനൂർ ഹൈസ്കൂളിൽ നടന്ന ചടങ്ങ് PK പ്രവീൺ MLA ഉദ്ഘാടനം ചെയ്തു. വരുന്നത് സ്റ്റേജ് കാണുന്നതിന് ഒരു പ്രൗഢ ഗംഭീരത മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ സൗഹൃദ കൂട്ടായ്മ എന്നത് ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. ചിലപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യമായി സൗഹൃദ കൂട്ടായ്മ SSC ബാച്ചിന്റെ തുടക്കം കുറിച്ചത് ഈ പാനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ്. പിന്നീട് അങ്ങോട്ട് അതിന്റെ ഒരു പ്രവാഹമായിരുന്നു. ഇപ്പോൾ തന്നെ ഓണ വെക്കേഷനിൽ പോലും എത്രയോ അധികം കൂട്ടായ്മകൾ സംഘടിപ്പിച്ചു. സൗഹൃദം പുതുക്കിക്കൊണ്ട് അവർ ഓണാഘോഷം നടത്തുന്നു, പെരുന്നാൾ ആഘോഷം നടത്തുന്നു. വ്യത്യസ്തമായ ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇങ്ങനത്തെ സൗഹൃദ കൂട്ടായ്മ മുമ്പോട്ട് പോകുന്നത്. സൗഹൃദ കൂട്ടായ്മയുടെ ഒരു വിഷയം എന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വീടുകളിൽ നിന്ന് കുടുംബക്കാരോട് പോലും സംസാരിക്കാതെ ചർച്ച ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ സുഹൃത്തുക്കളോട് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ സുഖവും ദുഃഖങ്ങളും പകർന്നുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ഏറ്റവും ആശ്വസിച്ചുകൊണ്ട് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ട് എന്ന് തോന്നുന്നതാണ് ഈ സൗഹൃദ കൂട്ടായ്മ. ഏറ്റവും പ്രസക്തമായ ഒരു വാക്കിന്റെ അർത്ഥമാണ് സൗഹൃദ കൂട്ടായ്മ എന്നുള്ളത്. പല വ്യത്യസ്ത മേഖലയിൽ നിന്നാണ് ആളുകൾ ഇന്ന് വിളിയെത്തിയത്. ഓർമ്മച്ചപ്പ് പ്രസിഡന്റ് KP നന്ദനൻ അധ്യക്ഷത വഹിച്ചു. പിന്നെ സംഗമത്തിനായാലും ഏതൊരു പരിപാടിക്കാരും ഇദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾ നോക്കിയിട്ട് എടുത്തു എന്നുള്ളൂ. അപ്പൊ കൂടുതൽ വലിയ പരിപാടി ഞങ്ങളെന്ന ടീച്ചറോട് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് ഏത് രാത്രിയിൽ വിളിച്ചാലും അദ്ദേഹത്തിന്റെ പരിപൂർണ സഹകരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആശംസ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂത്തുപറമ്പിലെ ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിനനുസരിച്ച് മുന്നേറുവാനും അത് ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ ബെന്നിസാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോവിഡാനന്തര ഭാരം എന്നൊക്കെ പറയുമ്പോൾ പ്രശ്നാനന്തര പാനൂരിന് ശേഷം പാനൂരിലെ യുവാക്കൾക്ക് പുതിയ ദിശാബോധം നൽകിക്കൊണ്ട്, ഇൻസൈറ്റ്, അവർക്കൊരു ഉൾക്കാഴ്ച നൽകിക്കൊണ്ട് അവരും ഈ സമൂഹത്തിന്റെ ഭാഗമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നല്ല പരിശീലനം ഇപ്പോഴും നമ്മുടെ ഭാഗമാഷൊക്കെ ഏത് മഴയത്തായാലും ഏത് വെയിലത്തായാലും ഏത് മഞ്ഞായാലും കുറെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇവിടെ ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ട് അവരെ സർക്കാർ ജോലിക്ക് എത്രയോ ആളുകൾക്ക് സർക്കാർ ജോലി കിട്ടിയിട്ടുണ്ട്. ഇനിയും കുറെ ആളുകളെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമത്താണ് അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുള്ള ഇൻസൈറ്റ് എന്ന പരിപാടി കേരളത്തിൽ തന്നെ മാതൃകയായിട്ടുള്ള പരിപാടിയാണ്. കോഴിക്കോട് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് VV ബെന്നി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ജില്ലകളിലേക്ക് ട്രാൻസ്ഫറായി വരുന്ന സമയത്ത് ഞാൻ ആകെ പ്രാർത്ഥിച്ചിരുന്ന രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന്, കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ നാദാപുരവും കണ്ണൂർ ജില്ലയിലാണെങ്കിൽ പാനൂരും കിട്ടരുതേ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഏതായാലും ഞങ്ങൾ 32 സബ് ഇൻസ്പെക്ടർമാർ ഒരുമിച്ച് കണ്ണൂർ ജില്ലയിലേക്ക് ട്രാൻസ്ഫറായി വരികയും അന്നത്തെ കണ്ണൂർ SP ആയിരുന്ന പുരോഹിത് സാർ കൃത്യമായിട്ട് തന്നെ പാനൂരിക്ക് തന്നെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഉള്ളത് തുറന്ന് സമ്മതിക്കാം, ഒരു പരിചയമില്ലാതെ ഒരു
ഇത്രത്തോളം കലുഷിതമായ ഒരു നാട്ടിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള ആദ്യയോടുകൂടി തന്നെയാണ് ഇവിടെ വന്നത്. മാത്രമല്ല പോസ്റ്റിംഗ് കഴിഞ്ഞ ശേഷം SP-യും DYSP-യും സംസാരിച്ചതും അങ്ങനെ തന്നെയാണ്. പച്ചയായി പറഞ്ഞാൽ നിങ്ങളവിടെ ചെല്ലുമ്പോൾ ഒരു പക്ഷേ വെട്ടുകുത്തുണ്ടാകാം, കൊലപാതകങ്ങളുണ്ടാകാം, നിങ്ങൾക്ക് നേരെ ബോംബ് എറിയാം. അതൊന്നും നിങ്ങൾ കണക്കാക്കേണ്ടതില്ല. നിങ്ങൾ പോലീസിന്റെ ജോലി ചെയ്യുക. ഒരു പരിചയമുള്ള അല്ലെങ്കിൽ കുറെ കാലത്തെ എക്സ്പീരിയൻസിന് ശേഷം ഒരു സർവീസിലേക്ക് ഒരു സ്ഥലത്തേക്ക് വരുന്ന സമയത്താണ് എങ്കിൽ ഒരു പക്ഷേ അതിനെ ഫേസ് ചെയ്യാനുള്ള തന്റെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാം. പക്ഷേ ഒരു പരിചയവുമില്ലാതെ ട്രെയിനിങ് കഴിഞ്ഞ് ആദ്യമായിട്ട് സബ് ഇൻസ്പെക്ടറായി ഇത്തരത്തിലുള്ള സ്ഥലത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പേടിയോടുകൂടി തന്നെയാണ് ഞാൻ ഇവിടെ വന്ന ജോലി ആരംഭിച്ചത്. ചടങ്ങിന് KP രാമചന്ദ്രൻ മാസ്റ്റർ, P പ്രകാശൻ, ശുഭ KP, MB ഉദയപ്രകാശ്, വിനോദൻ ചുങ്കക്കാരൻ, സജിന മഹമ്മൂദ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഓർമ്മച്ചപ്പ് സെക്രട്ടറി T രാജീവ് കുമാർ സ്വാഗതവും ഓർമ്മച്ചപ്പ് ട്രഷറർ KM സുനലൻ നന്ദിയും പറഞ്ഞു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഗ്രൂപ്പ് അംഗങ്ങൾക്കുള്ള ആദരവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച ഗ്രൂപ്പ് അംഗങ്ങളുടെ മക്കൾക്കുള്ള അനുമോദനവും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. തുടർന്ന് സ്വാഗതഗാനം, കരോക്കെ ഗാനമേള, സംഘഗാനം, ലളിതഗാനം, കവിതാ പാരായണം, ഗ്രൂപ്പ് ഡാൻസ്, മിക്സ്ഡ് ഡാൻസ്, ലഘു സന്ദേശ നാടകം, ഫണ്ണി ഗെയിംസ് എന്നിവയും അരങ്ങേറി. ചടങ്ങിന്റെ ഭാഗമായി ഓണസദ്യയും ഉണ്ടായിരുന്നു. പാനൂരിന്റെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിൽ ഒട്ടനവധി വ്യക്തിത്വങ്ങളെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞ ഗ്രൂപ്പാണ് 1987 SSSC ബാച്ച്. സമഗ്ര ന്യൂസ്, പാനൂർ.